എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. എൻ്റെ പേര് അനുരാഗ്. ഞാൻ അമൃത വിദ്യാലയത്തിലാണ് 3rd to 12th വരെ പഠിച്ചത്. ഇപ്പോൾ ഞാൻ എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ കുട്ടികളുടെ ICU നോക്കുന്നൊരു ഡോക്ടറാണ്. ഇന്ന് ഡോക്ടേഴ്സ് ഡേയിൽ എനിക്ക് എൻ്റെ സ്കൂളിലെ കുട്ടികളോട് തന്നെ സംസാരിക്കാൻ പറ്റുക എന്ന് പറഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട്. ഒരു കാലത്ത് ഞാനും നിങ്ങളെപ്പോലെ ഈ ബെഞ്ചുകളിലിരുന്ന് ഈ വരാന്തകളിലൂടെ നടന്ന് ഒരുപാട് എൻജോയ് ചെയ്തിട്ടുണ്ട്. ആ നോസ്റ്റാൾജിക് ഫീലിങ്സൊക്കെ തിരിച്ചു വരിക. അപ്പോൾ ഏറ്റവും ആദ്യം നിങ്ങൾ പലരിലും ഡോക്ടേഴ്സ് ആവണമെന്ന് ആഗ്രഹമുള്ള കുട്ടികളുണ്ടാവും അല്ലേ? സോ അവർക്ക് വേണ്ടിയിട്ടാണ് ആദ്യം പറയുന്നത്. ഒരു ഡോക്ടറാകുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. നമ്മൾ ഒരുപാട് നാൾ പഠിക്കേണ്ടി വരും, വർഷങ്ങളോളം പഠിക്കേണ്ടി വരും. ഞാൻ നമ്മുടെ സ്കൂളിൽ നിന്ന് 2013 +2 കഴിഞ്ഞത്. ഇപ്പോൾ 2026 അല്ലേ? ഞാൻ ഈ ജനുവരിയാണ് എൻ്റെ പഠിത്തം പൂർത്തിയാക്കിയത്. ഈ ഒരു 13 വർഷത്തിനിടയിൽ MBBS കഴിഞ്ഞു, എൻ്റെ PG കഴിഞ്ഞു, സൂപ്പർ സ്പെഷ്യലൈസേഷൻ കഴിഞ്ഞു. അപ്പോൾ എല്ലാം കഴിഞ്ഞെടുക്കാൻ 13 വർഷം എടുത്തു. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മുടെ ഫ്രണ്ട്സ് സെറ്റിലാവും, അവർ ജോലിയെല്ലാം തുടങ്ങും, ഫാമിലി തുടങ്ങും. അപ്പോൾ നമ്മുടെ ചുറ്റുവട്ടത്തുള്ളവർ ഒരുപാട് മുന്നോട്ട് പോയിട്ട് കാണും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. നമുക്ക് പകലും രാത്രിയും ഒക്കെ ഡ്യൂട്ടി എടുക്കേണ്ടി വരും. ചില സമയങ്ങളൊന്നും ഭക്ഷണം കഴിക്കാൻ പറ്റിയെന്ന് വരില്ല. ഇത് ഞാൻ മാത്രമല്ല കേട്ടോ, എല്ലാ ഡോക്ടേഴ്സിൻ്റെ കഥയാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു ട്രെയിനിങ് പീരീഡിൽ നിങ്ങൾക്കിങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യേണ്ടി വന്നേക്കാം. പിന്നെ ജോലിക്ക് കയറിയതിന് ശേഷം ആയാലും അതെ, എമർജൻസി കോളുകൾ വരുമ്പോൾ പോകേണ്ടി വന്നേക്കാം. ഓക്കെ, ഫാമിലി ലൈഫിൽ എപ്പോഴും എല്ലാത്തിനും ഒരുപാട് ടൈം കിട്ടിയെന്ന് വരില്ല. അപ്പോൾ അങ്ങനെ ഒരുപാട് സാക്രിഫൈസ് വരുത്തേണ്ട ഒരു ജോലിയാണ്. അപ്പോൾ നിങ്ങളിൽ റെസ്പോൺസിബിൾ ആയിട്ടുള്ളവർ, നല്ല കമ്മിറ്റ്മെൻ്റ് ആയിട്ടുള്ളവർ ഡെഫിനറ്റ്ലി ഇതെടുക്കണം. നിങ്ങളെ പോലെയുള്ള സ്ട്രോങ് ആയിട്ട് കമ്മിറ്റഡ് ആയിട്ടുള്ള കുട്ടികളെയാണ് നമുക്ക് വേണ്ടത്. പക്ഷേ ഞാനിപ്പോൾ കുറേ മോശം കാര്യങ്ങളല്ലേ പറഞ്ഞ ഡോക്ടറാകുന്നതിൻ്റെ. അപ്പോൾ ഇതിൽ മോശം കാര്യങ്ങൾ അല്ല കേട്ടോ ഉള്ളത്, ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മുടെ ICUവിൽ വളരെ ക്രിട്ടിക്കലായിട്ട് വന്നൊരു കുട്ടി ബുദ്ധിമുട്ടൊന്നുമില്ലാതെ സന്തോഷിച്ച് ചിരിച്ച് പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ സന്തോഷം, നമ്മളോട് നമ്മുടെ കുട്ടികളുടെ പേരൻസൊക്കെ വന്നിട്ട് താങ്ക് യു ഡോക്ടറെ എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം, നമ്മൾ പണ്ട് ട്രീറ്റ് ചെയ്ത ആരെങ്കിലും നമ്മൾ റോഡിലൂടെ നടന്നു പോകുമ്പോൾ കാണുമ്പോൾ നമുക്ക് തരുന്ന ഒരു ചിരിയുടെ ആ ഒരു ഫീലിംഗ്. അപ്പം ഇതെല്ലാം വളരെ യുണീക്കാണ്. നമ്മൾ ഡോക്ടേഴ്സ് ആകുമ്പോൾ നമുക്ക് കിട്ടുന്ന മറ്റൊരു പ്രൊഫഷനും കിട്ടാത്ത യുണീക്ക് സന്തോഷങ്ങളാണ് ഇതെല്ലാം. ഇതൊന്നും എത്ര കാശ് കിട്ടിയാലും നമുക്ക് റിപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. ഏതൊരു ജോലിയിലായാലും എത്ര കാശ് കിട്ടിയാലും നമുക്ക് ഈ ഒരു സർവീസിൻ്റെ ഒരു സന്തോഷം ഇത്രത്തോളം വേറെ എവിടെയും കിട്ടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആഗ്രഹമുള്ളവർ ഡെഫിനറ്റ്ലി ഈ ഫീൽഡിലേക്ക് വരിക. ഐ വിൽ ബി വെരി ഹാപ്പി ടു ഹെൽപ്പ് യു ഔട്ട്. പിന്നെ എനിക്ക് നിങ്ങളോട് വേറൊരു കാര്യം പറയാനുള്ളത്, ഇതെല്ലാവർക്കും ബാധകം കേട്ടോ, ഡോക്ടേഴ്സ് ആവുന്നവർക്ക് മാത്രമല്ല. ഇന്നത്തെ കാലത്ത്, ഞങ്ങളുടെ കാലത്ത് ഇല്ലാത്ത ഒരുപാട് ഡിസ്ട്രാക്ഷൻസ് ഉണ്ട് അല്ലേ നിങ്ങൾക്ക്? ഇൻസ്റ്റാഗ്രാമുണ്ട്, ഫേസ്ബുക്കുണ്ട്, യൂട്യൂബുണ്ട്, റീൽസ് ഉണ്ട്. അപ്പോൾ നമ്മളെന്താ കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ, OPDയിൽ എൻ്റെ അടുക്ക് വരുന്ന കുട്ടികളിലൊക്കെ പല കാര്യങ്ങളും നമ്മളെന്താ ശ്രദ്ധിക്കുന്നതെന്ന് വെച്ചാൽ, കുട്ടികളുടെ അറ്റൻഷൻ സ്പാൻ കുറഞ്ഞ് വരുവാണ്. ഈ റീൽസ് ഇതെല്ലാം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമില്ലെങ്കിൽ അപ്പം തന്നെ മാറ്റാം അല്ലേ? പക്ഷെ നമ്മുടെ ജീവിതം അങ്ങനെയല്ല. നമുക്ക് ഇഷ്ടമല്ലാത്തൊരു രീതിയിൽ ജീവിതം മുമ്പ് ഒറ്റയടിക്ക് ഇങ്ങനെ മാറ്റാൻ പറ്റില്ല. അതിന് അറ്റൻഷൻ വേണം. നമുക്ക് ക്ലിയറായിട്ട് തിങ്ക് ചെയ്ത് ക്രിട്ടിക്കലായിട്ടുള്ള ഡിസിഷൻസ് എടുക്കാനുള്ള കപ്പാസിറ്റി വേണം. അപ്പോൾ ഇതെല്ലാം കുറച്ചായിട്ട് സോഷ്യൽ മീഡിയ ഇല്ലാതെയാക്കുക. ഫുള്ളി ഉപയോഗിക്കരുത് എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ യൂസ് കഴിവതും കുറയ്ക്കുക. സത്യം പറഞ്ഞാൽ ഒരു +1 +2 വരെ ഇതിൻ്റെ ഒരു ആവശ്യമുണ്ടെന്ന് തന്നെ ഞാൻ പറയുന്നില്ല. അപ്പോൾ ഇങ്ങനത്തെ സോഷ്യൽ മീഡിയ അതെല്ലാം യൂസ് ചെയ്യേണ്ടത് നിങ്ങൾ കഴിവതും കുറയ്ക്കുക. അത് ആവശ്യമില്ലാത്തൊരു ഡിസ്ട്രാക്ഷനാണ് ഈ ഏജിന്. അതാണ് എൻ്റെ പേഴ്സണൽ ബിലീഫ്. അപ്പം അത് കഴിവതും നിങ്ങൾ കുറയ്ക്കാൻ നോക്കുക. രണ്ടാമത്തെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, എല്ലാവർക്കും ബാധകമാണ്, നിങ്ങളെല്ലാവരും മാക്സിമം ബോറിംഗ് ആവുക. ബോറിംഗ് എന്ന് വെച്ചാൽ എന്താ? ഇങ്ങനെ ചടഞ്ഞുകൂടി ആരോടും മിണ്ടാതെ വേറെ ഒന്നിനും പോവാതെ ഇരിക്കുക, അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. പക്ഷേ ബി ബോറിംഗ്ലി കൺസിസ്റ്റൻറ്റ്, വളരെ സ്ട്രൈക്കിംഗ്ലി കൺസിസ്റ്റൻറ്റ്. അതായത് ഡെയിലി നിങ്ങൾ എന്തൊരു കാര്യം എടുത്താലും, അത് പഠിപ്പിനായാലും അത് നിങ്ങളുടെ വേറെ കഴിവുകൾ, പാട്ടിലായാലും സ്പോർട്സിലായാലും ഡാൻസ് കളിക്കാനായാലും കൺസിസ്റ്റൻ്റ് ആയിട്ടിരിക്കുക. ഡെയിലി ഞാൻ ഇത്ര മണിക്കൂർ ഇതിനു വേണ്ടി മാറ്റി വയ്ക്കും. പഠിക്കുന്നതെന്ന് വെച്ചാൽ ഡെയിലി ഞാൻ 3 മണിക്കൂർ പഠിക്കും. അപ്പോൾ ചില ദിവസങ്ങളൊന്നും നമുക്ക് പഠിക്കാനേ ആഗ്രഹം ഉണ്ടാവില്ല. ചില ദിവസങ്ങൾ നമ്മൾ നല്ല എനർജറ്റിക്കായിട്ട് ഇന്ന് ഒരുപാട് പഠിച്ചു തീർക്കാം എന്നുള്ളതായിരിക്കും. പക്ഷേ മനസ്സിൽ എന്ത് ആറ്റിറ്റ്യൂഡും എന്ത് ഫീലിംഗ് ഉണ്ടായാലും ഡെയിലി ഇത്ര മണിക്കൂർ നമ്മൾ വിചാരിച്ച കാര്യത്തിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുക.
അത് നമ്മുടെ അറ്റൻഷൻ ബിൽഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും, ജീവിതത്തിൽ നമ്മളെ കൺസിസ്റ്റൻ്റ് ആവാൻ ഹെൽപ്പ് ചെയ്യും. ജീവിതത്തിൽ നമുക്ക് ഒരുപാട് ഹെൽപ്പ് ഉണ്ടാവും. എപ്പോഴും കൺസിസ്റ്റൻസിയാണ് ടാലൻറ്റിനെ ബീറ്റ് ചെയ്യുക. ഇത് ഏതൊരു നോക്കിയാലും നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും, നിങ്ങളുടെ ചുറ്റുവട്ടത്തൊക്കെ ഒരുപാട് ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും. പക്ഷേ പരീക്ഷ വരുമ്പോൾ അതല്ലെങ്കിൽ ചില കോമ്പറ്റീഷനൊക്കെ വരുമ്പോൾ അവർ പിന്നാക്കം പോകും. അപ്പോൾ മെയിൻ അത് ടാലൻറ്റിനെക്കാട്ടും ഇമ്പോർട്ടൻറ്റ് നമുക്ക് എപ്പോഴും കൺസിസ്റ്റൻസിയാണ്. നിങ്ങളെല്ലാവരും എല്ലാ കാര്യവും നല്ല അറ്റൻഷനോടും കൂടിയും അതുപോലെ തന്നെ എല്ലാത്തിനും വേണ്ടിയിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ കൺസിസ്റ്റൻ്റായിട്ട് പ്രിപ്പയർ ചെയ്യുക. എല്ലാവർക്കും നിങ്ങളുടെ ഫ്യൂച്ചേഴ്സിന് ബെസ്റ്റ് വിഷസ്. സോ ഹാപ്പി ഡോക്ടേഴ്സ് ഡേ. താങ്ക് യു.